ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഉണ്ടാക്കണ പോലത്തെ ഒരു ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒരു ബൗൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചട്ടി ചൂടായി വരുമ്പോൾ വലിയുള്ളി 3 വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, സാധാരണ നമ്മൾ അരിയണ പോലെ തന്നെ കറിക്ക് അരിയണ പോലെ തന്നെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഉപ്പും ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല വാട്ടാൻ നല്ല കളർ മാറി വരുന്നവരെ ഉള്ളി ഉള്ളി നമ്മളെ കറിയിൽ ഇങ്ങനെ കാണാൻ പാടില്ല. ഉള്ളിൻ്റെ ഒരു ചൊവ വ്യത്യാസം വരും. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് നല്ല ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് തീ കുറച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വാടി വരും. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഒക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് വേണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടണം എന്നില്ല. പിന്നെ തക്കാളി 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ല വാട്ടുക. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇവ നല്ല പൊടിച്ചെടുത്തതാണ്, അരച്ചതല്ല. നല്ല പൊടിച്ചെടുത്ത് നമ്മൾ അമ്മിയിൽ പൊടിച്ചെടുത്തതാണ്. അതും നല്ല ഇട്ടെടുത്തിട്ട് നല്ല കളർ മാറി വരുന്നവരെ നല്ലോണം വാട്ടിയെടുക്കുക. അങ്ങോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 3 സ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് എത്ര കറി ഇറച്ചി ഉണ്ട് അതിനനുസരിച്ച് നമുക്കൊരു പാകം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞൾ, മുളക്, ഇച്ചിരി മല്ലിപ്പൊടി, ചിക്കൻ മസാല കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാല. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നല്ല വെളിച്ചെണ്ണ കിനിഞ്ഞു വരും, അതാണ് അതിൻ്റെ പാകം. അപ്പം മൂത്ത് വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി അത് യോജിപ്പിക്കുക. പിന്നെ നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം ഉണ്ടോ, നമുക്ക് കറി കൂടുതൽ ലൂസ് വേണ്ടവർക്ക് വെള്ളം കൂടുതൽ ഒഴിക്കുക. എനിക്ക് അത്ര വേണ്ട, കറി കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് 1/2 ഗ്ലാസും കൂടെ വെള്ളം ഞാൻ ഒഴിക്കണുള്ളൂ. അത് ഒഴിച്ച് നല്ലോണം ഒന്നും കൂടെ ഇളക്കി പാത്രം അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.